അൻവറിന്റെ ആരോപണങ്ങൾ സർക്കാരിനെയോ മുന്നണിയോ ബാധിക്കില്ലെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. പി.വി. അൻവറിനെ തള്ളി കാരാട്ട് റസാഖും രംഗത്തെത്തി. അൻവറിന്റെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല എന്നും അന്വേഷണം നടത്തുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് മുഖവിലക്കെടുക്കാതെ പാർട്ടിയെ ആക്രമിക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ലെന്നും കാരാട്ട് റസാഖ് വ്യക്തമാക്കി. പി.വി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ രൂക്ഷമായ പ്രതികരണങ്ങളാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. ആരോപണങ്ങൾ സർക്കാരിനെയോ മുന്നണിയോ ബാധിക്കില്ല എന്നും എല്ലാ കാര്യങ്ങളും അൻവറിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാണെന്നും അൻവറിന് തെറ്റായിട്ടുള്ള ചില ധാരണകൾ ഉണ്ടായിട്ടുണ്ടെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. നമുക്ക് ഇതൊക്കെ സാധാരണയായി കുറേ വർഷങ്ങളായി കേരളത്തിൽ ഈ ഇടതുപക്ഷ ഭരണത്തിനെതിരായിട്ടുള്ള ആളുകൾ പറഞ്ഞു പരത്തുന്ന ഒരു കാര്യമാണ്. അത് അദ്ദേഹം ആവർത്തിക്കുന്നതിൽ ഒന്നുമില്ല, അപ്പുറത്തൊന്നുമില്ല. പക്ഷെ അദ്ദേഹം കൊടുത്ത പരാതികൾ, ആദ്യഘട്ടത്തിൽ കൊടുത്ത പരാതികളിൽ കൃത്യമായി അന്വേഷണം നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വികാരങ്ങളിൽ അടിമപ്പെട്ടെന്തോ പറഞ്ഞു. അത് ഒരു മുന്നണിക്കും ഒരു സംവിധാനത്തിനും ചേർന്നതല്ല. അൻവറിന്റെ നിലപാടിനോട് യോജിക്കാൻ കഴിയില്ലെന്ന പ്രതികരണവുമായി കാരാട്ട് റസാഖും രംഗത്തെത്തി. അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ അന്വേഷണം നടക്കുകയാണ്, പരിശോധിക്കുമെന്ന് പാർട്ടിയും പറഞ്ഞതാണ്. അത് കാത്തുനിൽക്കാതെ മുഖവിലക്കെടുക്കാതെ വീണ്ടും വീണ്ടും മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ആക്രമിക്കുകയാണ് അൻവർ. അതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല എന്നായിരുന്നു കാരാട്ട് റസാഖിന്റെ പ്രതികരണം. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അന്വേഷണങ്ങൾ എല്ലാ കാര്യത്തിലും അൻവർ ഉന്നയിച്ച കാര്യങ്ങളിലും നടക്കുന്നുണ്ട്. അത് കാത്തു നിൽക്കാതെ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും മുന്നണിയെയും ആക്രമിക്കുന്ന രൂപത്തിലേക്കുള്ള സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മുന്നണിയും പാർട്ടിയുമാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചത്. അപ്പോൾ ആ മുന്നണിയെയും പാർട്ടിയെയും തള്ളിപ്പറയുന്ന ഒരു നിലപാട് ഉണ്ടാകാൻ പാടില്ല എന്നാണ് MLA സ്ഥാനം വഹിക്കുന്ന ഈ ഘട്ടത്തിൽ അദ്ദേഹം നടത്തേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അൻവറിന്റെ ആരോപണങ്ങളിൽ വ്യക്തമായ അന്വേഷണം നടക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിന് പിന്നാലെ അൻവർ നടത്തുന്ന പരസ്യ പ്രതികരണങ്ങളിൽ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നത്. കൈരൾ ന്യൂസ്, കോഴിക്കോട്.